العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. قال الله سبحانه وتعالى ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിച്ചതായ നോമ്പ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അത്താഴം കഴിച്ചതും ശേഷം നമ്മുടെ തഹജ്ജുദ് നിസ്കാരങ്ങളും ഖിറാഅത്തുകളും സുബഹി നിസ്കാരം ഒവ്വല് ജമാഅത്തായി നിസ്കരിച്ചത് മുഴുവനും പടച്ച റബ്ബ് സമ്പൂർണമായി സ്വീകരിച്ച് ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ പരിശുദ്ധമായ റമദാൻ 17ന്റെ ദിവസത്തിലാണ് നാം ഉള്ളത്. മഹത്തുക്കളായ ബദരീങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് പറഞ്ഞു വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായവരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങും മരിച്ചുപോയി എന്ന് നിങ്ങൾ ആരും കരുതണ്ട. ബൽ അഹ്യാഉൻ, മറിച്ച് അവർ റബ്ബിഹിം പടച്ച റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത സ്ഥാനമാനങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പരിശുദ്ധമായ ഇൽമു പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമു പറഞ്ഞു കൊടുക്കുന്നതായ സദസ്സിൽ ബദരീകളായ കുറച്ച് സ്വഹാബാക്കൾ കടന്നു വന്നു. അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല, ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് എല്ലാ സ്വഹാബാക്കളും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതാരാണ് പുറത്ത് നിൽക്കുന്നത്? മറ്റു സ്വഹാബാക്കൾ പറഞ്ഞു, നബിയേ, അത് ബദരീകളിൽപ്പെട്ട സഹാബാക്കളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിലിരിക്കുന്ന ചില സ്വഹാബാക്കളെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഈ ബദരീങ്ങളോട് അവിടെ വന്നിരിക്കാൻ പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും. പരിശുദ്ധമായ ഖുർആൻ ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഒരാൾ വന്ന് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ഥലം പിന്നെ അവർക്കുള്ളതാണ്. അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ഒരാൾക്ക് ഇരിക്കാനുള്ള അധികാരമില്ല. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങൾ വന്നതുകൊണ്ട്, ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കൾ വന്നതുകൊണ്ട് സദസ്സിലിരുന്ന ചില സ്വഹാബാക്കളെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഈ സ്വഹാബാക്കൾക്ക് അവിടെ സ്ഥാനം കൊടുത്തു. ഇതിൽ നിന്നാണ് പിൻതലമുറക്കാർ പരിശുദ്ധമായ മുതിർന്ന ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് മാറിയിരുന്നു കൊടുക്കും. ആലിമീങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അവർ എഴുന്നേറ്റ് മാറിയിരുന്നു കൊടുക്കും. ഇതെല്ലാം ഈ ആയത്തിൽ നിന്ന്, പശ്ചാത്തലത്തിൽ നിന്ന് നമുക്കെയും പഠിച്ചെടുത്തതാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി, നിങ്ങൾ മാറിയിരുന്നു കൊടുക്കുവിൻ, നിങ്ങളിലേക്ക് പടച്ച റബ്ബിന്റെ വിശാലത ഉണ്ടാകുമെന്നുള്ളതായ ആയത്തിറങ്ങുന്നതും സഹാബാക്കൾ മാറിയിരുന്നു. ബദരീങ്ങൾക്ക് അവിടെ മുൻഗണന കൊടുത്തു. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രത്യേകമായ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുല്ലാഹ് സബ്റാഖി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ പറയുന്നുണ്ട്, സയ്യിദുനാ ജഅഫർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവ് മകനോട് നൽകിയ ഉപദേശം, ഔസാനി വാലിദി ബിഹുബ്ബി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതവസ്സുലി ബിഅഹ്ലിൽ ബദരി ഫീ ജമീഇൽ മുഹിമ്മാത്ത്. പ്രിയപ്പെട്ട പിതാവ് മകന് നൽകിയ ഉപദേശമാണ്, മോനെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവിടുത്തെ സ്വഹാബാക്കളെ പരിപൂർണമായി നീ സ്നേഹിക്കണം, ഇത്തിബാഅ ചെയ്യണം. വതവസ്സുലി ബിഅഹ്ലിൽ ബദരി ഫീ ജമീഇൽ മുഹിമ്മാത്ത്, ചെറുതും വലുതുമായ പ്രയാസങ്ങളിൽ നിന്ന് ബദരീങ്ങളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യണം.
ഫഖാല ലി, എൻ്റെ പിതാവിനോട് പറഞ്ഞ കാര്യം, യാ ബുനയ്യ ഇന്ന ദുആ ഇൻദ ദിക്രിഹിം യുസ്തജാബു, എൻ്റെ പൊന്നുമോനെ, ഇന്ന ദുആ ഇൻദ ദിക്രിഹിം യുസ്തജാബു, ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ള ദുആഇക്ക് ഇജാബത്തുണ്ട്. ചില ആളുകൾ ചോദിക്കും, അതെന്തേ അവരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്താലേ അല്ലാഹ് സ്വീകരിക്കോളാം, അല്ലാഹ് നേരിട്ട് സ്വീകരിച്ചൂടെ? എന്നാൽ വേറൊരു ഹദീസ് പറഞ്ഞു തരാൻ ശ്രദ്ധിക്കണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അലി റളിയല്ലാഹു അൻഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം കഴിച്ച അലി റളിയല്ലാഹു അൻഹു, ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അസദിന്റെ മകളായ ഫാത്തിമ ബീവി മരണപ്പെട്ട സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഖബർ കുഴിച്ചത്. ഖബർ കുഴിച്ചതിന് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ ഇറങ്ങിക്കിടന്നു. ഹദീസാണ്. ഇറങ്ങിക്കിടന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തു: ഓരോ മനുഷ്യരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബേ, നിന്റെ നബിയുടെയും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളുടെയും ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഈ പ്രിയപ്പെട്ട എൻ്റെ പോറ്റുമാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആര് ദുആ ചെയ്തു? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ ദുആ ചെയ്തത്? നിന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ നബിയുടെ ബറക്കത്ത് കൊണ്ട്, അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളുടെയും ബറക്കത്ത് കൊണ്ട് ഈ ഖബറിൽ കിടക്കാൻ പോകുന്ന, ഈ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന എൻ്റെ പോറ്റുമാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലാക്കി ദുആ ചെയ്തു. ഈ തവസ്സുലാണ് നമ്മളും ചെയ്യുന്നത്. പടച്ച റബ്ബേ, ഈ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ് എന്നുള്ളത്. അതാണ് പറഞ്ഞത് അവിടുന്ന് വഅന്ന റഹ്മത വൽ ബറകത വൽ ഗുഫ്റാന വൽ റിളാ അൻ തുഹീതു ബിൽ അബ്ദി ഇൻദ ദിക്രിഹിം ഔ ദുആഇഹി ബി അസ്മാഇഹിം. ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ള ദുആ സ്വീകരിക്കും. റഹ്മത്ത്, മഗ്ഫിറത്ത്, ബറക്കത്ത്, പടച്ച റബ്ബിന്റെ തൃപ്തി, ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച, ആദരിച്ച ബദരീങ്ങളുടെ പേര് ഉരുവിട്ടിട്ട് ദുആ ചെയ്താൽ അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഹദീസുകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹത്തുക്കളായ ബദരീങ്ങളെ കുറിച്ച് പറയാനുള്ള, അവരെ കുറിച്ച് ഓർമ്മിക്കാനുള്ള, അവരുടേതായ ഈമാനിൻ്റെതാകുന്നതായ ആർജവത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ദിവസങ്ങളാണ്, സമയങ്ങളാണ് പരിശുദ്ധമായ ബദർ നമുക്ക് നൽകുന്ന സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പടച്ച റബ്ബ് മാറ്റി നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന ദുആ ഇൻദ ദിക്രി അസ്മാഇഹിം മുസ്തജാബുൻ. ബദരീങ്ങളുടെ നാമങ്ങൾ പറയപ്പെടുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭ്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന ദുആ ഇൻദ ദിക്രി അസ്മാഇഹിം മർജൂഉൽ ഇജാബ. അവരുടെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ ഓരോ മഹത്തുക്കളും പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാനിന്റെ 17-ാം നോമ്പിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ദിവസം നമ്മുടെ വീടുകളിലൊക്കെ ബദരീങ്ങളുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരെ മുൻനിർത്തിയിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മാറാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിൽ ചെയ്യണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തുക്കളായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും മാറ്റി
ജീവിതത്തിൽ ഒരുപാട് ഖൈറിന്റെ അബുവാബുകൾ പടച്ച റബ്ബ് തുറന്നു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, മുന്നോറുകൾ, അല്ലാഹു അവർക്കൊക്കെയും പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെയും പരീക്ഷാ വേളകളിലാണ്. അല്ലാഹു അവർക്കൊക്കെയും ഖൈറായ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ, മറ്റു രാജ്യങ്ങളിലൊക്കെയും അല്ലാഹു സമാധാനവും സംരക്ഷണവും നൽകി ഖൈറായ വിധി നൽകി ശത്രുക്കളെ പടച്ച റബ്ബ് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനും ദീനിനും അല്ലാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل